നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഹണിമൂൺ അവസാനിച്ചോ എന്ന് വേണം സംശയിക്കാൻ. ആദ്യം കാര്യങ്ങളൊക്കെ ഊഷ്മളമായിരുന്നു. അഞ്ചര കൊല്ലം കേരളത്തിനെതിരെ യുദ്ധം ചെയ്ത് ഇവിടുന്ന് പോയ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു സംഘർഷഭൂമിയാക്കി രാജ്ഭവനെയും മാറ്റില്ല എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ആദ്യമൊക്കെ ഊഷ്മളമായിരുന്നു കാര്യങ്ങൾ. മുഖ്യമന്ത്രിയെ കാണാൻ ഗവർണർ വരുന്നു, പിറന്നാൾ ആശംസ നേരുന്നു. അതുപോലെ ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി പോകുന്നു, മന്ത്രിമാർ പോകുന്നു. അങ്ങനെ വളരെ ഊഷ്മളമായ ഒരു തുടക്കമായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു, ആ തലവേദന ഒഴിഞ്ഞല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഉണ്ടാക്കിയ തലവേദന ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഇദ്ദേഹം സംഘിയാണെങ്കിലും അദ്ദേഹത്തിന് മര്യാദകളുണ്ടല്ലോ. ഒരു ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്ന, ഗവർണർ പദവി ഇരിക്കുന്ന ഒരാളിന് അതിൻ്റെതായ മര്യാദകളുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ആദ്യം ധരിച്ചുവെങ്കിലും കാര്യങ്ങൾ ഈ മാങ്ങയുടെ മധുരം അത് പുളിയായിട്ട് മാറുന്ന അതിൻ്റെ അണ്ടിയോട് അടുക്കുമ്പോഴാണല്ലോ. ആദ്യം കഴിക്കുമ്പോൾ മാങ്ങയ്ക്ക് നല്ല മധുരം തോന്നും, പക്ഷേ അണ്ടിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിന് പുളി വരും എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു മാങ്ങ കഴിച്ച് മാങ്ങാണ്ടിയിലേക്ക് എത്തിയ അവസ്ഥയിലേക്ക് പോയോ പുതിയ ഗവർണറും സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ബന്ധമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ആരാണിത് തുടങ്ങി വെച്ചത്? നമ്മുടെ സംസ്ഥാന സർക്കാരല്ല, പിണറായി സർക്കാരല്ല. അത് തുടങ്ങി വെച്ചത് പുതിയ ഗവർണർ തന്നെയാണ്. ഇപ്പോൾ സംഘി എന്നും സംഘിയാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അതങ്ങനെ തന്നെയാണ്. പിന്നെ ഗോവാക്കാരനായ നമ്മുടെ പുതിയ ഗവർണർ സംഘിയാണ്, RSS ശാഖയിൽ പോയിട്ട് സംഘിയായ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സംഘി എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നും നമ്മുടെ ഗവർണർക്ക് ഇല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന് പല പാർട്ടി മാറി കൂറുമാറി ചേരി മാറി വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനം BJP വന്നപ്പോൾ താൻ എല്ലാ സംഘികളെക്കാളും വലിയ സംഘിയാണെന്ന് തെളിയിക്കേണ്ടുന്ന ബാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം 5.5 കൊല്ലം ഈ നാടകം മുഴുവൻ രാജ്ഭവനിൽ ഒരു സംഘി കേന്ദ്രമാക്കി മാറ്റിയിട്ട് ചെയ്തത്. അത് പുതിയ ഗവർണർ ചെയ്യില്ല നമ്മൾ കരുതി. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണെന്ന് തോന്നുന്നു. 2 സംഭവങ്ങൾ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കൃഷി വകുപ്പിന്റെ പരിപാടി അവിടെ രാജ്ഭവനിൽ വെച്ചത്, അവിടെ ഭാരതാംബയുടെ ഭരണഘടനാപരമായി നിയമപരമായിട്ടൊരു സർക്കാർ സ്ഥാനത്ത് വെക്കാൻ പാടില്ലാത്ത ചിത്രം ഭാരതാംബയുടെ അവിടെ സ്ഥാപിച്ചു. ഈ ചടങ്ങ് നടത്തുന്നതിന് നമ്മുടെ കൃഷിമന്ത്രി വി പ്രസാദ് അംഗീകരിച്ചില്ല. അങ്ങനെ ആ ചടങ്ങ് അലങ്കോലമായിപ്പോയി. ആ ചിത്രം എടുത്തു മാറ്റാൻ തയ്യാറല്ലെന്നും നമ്മുടെ പുതിയ ഗവർണർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ഒന്നാമത്തെ കാര്യം. അതിനെതിരെ വലിയ വിമർശനം ഗവർണർക്കെതിരെ പല കോണുകളിൽ നിന്നും വന്നത് നമുക്കറിയാം. 2, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന, ഗവർണറുടെ ഒരു പ്രസ്താവന. അതിൽ പറയുന്നത്, അർലേക്കർ പറഞ്ഞെന്താണ് ഗവർണർ പറഞ്ഞത്? കേരളത്തിൽ 100% സാക്ഷരതയുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ല. ഈ എഴുതാനും വായിക്കാനുമുള്ള കഴിവിനെയാണ് നമ്മൾ സാക്ഷരത എന്ന് പറയുന്നത്. സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലാത്ത ഒട്ടേറെ പഴയ തലമുറയിൽപ്പെട്ടവരെ കൂടെ പഠിപ്പിച്ച് അക്ഷരമാല പഠിപ്പിച്ച് എഴുതാനും വായിക്കാനും ഒപ്പിടാനും പഠിപ്പിച്ച് ഷൂ വരയ്ക്കുന്നതിന് പകരം പേരെഴുതി ഒപ്പിടാൻ പഠിപ്പിച്ച ഒരു സമൂഹം. അങ്ങനെ കേരളം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാമതായിട്ട് വന്ന ആ ഒരു വലിയ ചരിത്രം. അതുകൊണ്ട് എഴുത്തും വായനയും എല്ലാവരും പഠിച്ചു, സ്കൂളിൽ പോകാത്തവർ പോലും. അപ്പോൾ അതൊക്കെ കൊള്ളാം. പക്ഷേ വിദ്യാഭ്യാസം ഇല്ല എന്നാണ് നമ്മുടെ പുതിയ ഗവർണർ പറയുന്നത്. അത് ശാഖാ വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസമല്ല, അത് വിദ്യാഭ്യാസമാണെങ്കിൽ ഈ ശാഖാ വിദ്യാഭ്യാസമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് എല്ലാ മലയാളികളെയും കിട്ടില്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഈ വിദ്യാഭ്യാസം ഇല്ല സാക്ഷരതയുണ്ടെങ്കിലും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരം ഉണ്ടാവണമെന്നില്ല എന്ന് തിരിച്ച് പറയേണ്ടി വരും. ഇപ്പം വിദ്യാഭ്യാസം ഇല്ല എന്ന് നമ്മുടെ ഗവർണർ പറഞ്ഞു മലയാളികൾക്ക്. സാക്ഷരതയുണ്ട്, വിദ്യാഭ്യാസമില്ല. പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ലായ്മയുണ്ട്. അങ്ങനെ ചിലർക്ക് വരാമെന്നാണ് നമ്മുടെ ഗവർണർ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വിവരം എന്ന് പറയുന്നത് അത് അറിവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അറിവ് അത് വിദ്യാഭ്യാസം ചെയ്തത് കൊണ്ട് കിട്ടണമെന്നുമില്ല. ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ ഗവർണറോട് ഞങ്ങൾ പറയുകയാണ്, താങ്കളെ പോലെ ഒരാൾ വിദ്യാഭ്യാസം ചെയ്തത് കൊണ്ടും അത് അറിവായിട്ട് വരണമെന്നില്ല. അറിവായിട്ട് വരാത്തത് കൊണ്ടാണ് ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന്റെ ഭിത്തിയിൽ തൂക്കിയിടുന്നതും ഇപ്പൊ ഇങ്ങനെ കേരളത്തെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന നമ്മുടെ ഗവർണർ നടത്തുകയും ചെയ്യുന്നത്. അത് അറിവില്ലായ്മ കൊണ്ടുകൂടിയാണ്. അറിവ് എന്ന് പറയുന്നതൊരു വലിയ കാര്യമാണ്.
അപ്പോൾ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അറിവ് ഉണ്ടാകണമെന്നില്ല, വിവേക ബുദ്ധി ഉണ്ടാവണമെന്നില്ല. മനുഷ്യന് വേണ്ടുന്ന കാര്യം അതാണ്. അതൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം യുക്തിപരമായും ശാസ്ത്രീയമായും കാര്യങ്ങളെ വിലയിരുത്താൻ വിദ്യാഭ്യാസം മാത്രം പോരാ. അതിന് വിവേചന ബുദ്ധിയും അതേപോലെ വിവേകവും അറിവും ഒരു സമൂഹത്തിന് ഉണ്ടാകണം. കേരള സമൂഹത്തിന്, മലയാളികൾക്ക് അത് വേണ്ടുവോളം ഉണ്ട് എന്നാണ് നമ്മൾ പൊതുവെ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, നിങ്ങൾക്ക് സാക്ഷരത മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ഗവർണർ പറയുമ്പോൾ അത് നമ്മുടെ നാടിനെ, മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇപ്പം ശിവകാശി സ്റ്റൈൽ പടം, ഒരു ഭാരതാംബ ചിത്രം രാജ്ഭവനിൽ വെച്ചത്, അത് ഗവർണറുടെ, ക്ഷമിക്കണം ഗവർണറെ പറ്റി ഇത് പറയുന്നതിന്, അത് ഗവർണറുടെ അറിവില്ലായ്മയാണ്. അദ്ദേഹം വിദ്യാഭ്യാസം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും അറിവില്ലായ്മയുടെ പ്രതിഫലനമാണ് ഈ കാണിക്കുന്നത്. ഇരിക്കുന്ന സ്ഥാനം, ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ, അവിടെ ഒരു ചടങ്ങ്, അവിടെ എന്തൊക്കെ ചിത്രങ്ങൾ തൂക്കണം, അവിടെ എന്തൊക്കെയാണ് മര്യാദകൾ പാലിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടതാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അതാണ് സംഘികളുടെ പ്രശ്നം, അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് പറയുക, ആരായാലും ഭരണഘടന മാനിച്ചുകൊണ്ടല്ലേ ഒരു പദവിയിലിരിക്കാൻ പറ്റും. ഇപ്പൊ അർലേക്കർ ഗവർണർ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും പറയില്ല. അദ്ദേഹം ഗവർണർ അല്ലാതെ ഒരു പ്രസ്താവന BJPയുടെ നേതാവായിട്ട്, RSSന്റെ ആളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ പ്രസ്താവന, അതായത് കേരളത്തിൽ 100% സാക്ഷരതയുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ല എന്ന് മലയാളികളെ അദ്ദേഹം ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം BJP RSS നേതാവ് മാത്രമായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വിമർശിക്കില്ല. നമ്മൾ വിമർശിക്കുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായിട്ട് രാജ്ഭവനിൽ വാഴുന്നത് കൊണ്ടാണ്. അവിടെ തൂക്കിയ ചിത്രവും അതൊക്കെ വെച്ചിട്ട് ഇപ്പം കാണിച്ച ഈ രീതി, പ്രസ്താവനയും വെച്ചിട്ടാണ് നമ്മളിതിനെ വിമർശിക്കുന്നത്. ഭരണഘടനാ സ്ഥാനത്തിരിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, വിവേകം, അറിവ്, വിവേചന ബുദ്ധി ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ സമാധാനിക്കുന്നു, വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുക. അതായത് പശുവിൻ പാലിൽ സ്വർണം തിരയുന്നവരുണ്ട്, പശു ചാണകത്തിൽ പ്ലൂട്ടോണിയം തിരയുന്നവരുണ്ട്. നമുക്കെന്താണ് പറയാൻ കഴിയുക? എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ വെച്ചുകൊണ്ട് സംഘികളുടെ രീതി എന്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഗവർണറും അതിൽ വ്യത്യസ്തനല്ല എന്ന് വരും ദിനങ്ങളിൽ, വരും നാളുകളിൽ ഇവിടുത്തെ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഗവർണറായിട്ടിരുന്ന അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിണറായി സർക്കാരും അർലേക്കറും ഗവർണറും തമ്മിലുള്ള കണിമൂൺ ഏതാണ്ട് തീരാറാവുന്നു എന്നാണ് ഇപ്പം ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് രാജ്ഭവനാണ്, സർക്കാരല്ല, സംസ്ഥാന സർക്കാരല്ല, ഗവർണറാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഗവർണർ തന്നെ മുൻകൈ എടുത്തിട്ട് അത് പരിഹരിച്ച് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.